അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തജനങ്ങൾക്കും ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ പാരായണ പഠനത്തിൻ്റെ അടുത്ത ഒരു ദലത്തിലേക്ക് സ്വാഗതം. ശിവപ്രിയ ശിവപര എന്നിങ്ങനെ ആരംഭിക്കുന്ന 409 നാമം മുതൽക്കാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതിനു മുൻപായിട്ട് കുറച്ച് സംശയങ്ങൾ ചിലർ ചോദിച്ചതൊന്ന് പരിഹരിക്കട്ടെ. ആദ്യം ചോദിച്ചിരിക്കുന്നത് നീരാഗ രാഗമഥന നിർമ്മദ എന്നാണോ നിർമ്മഗ എന്നാണോ എന്നൊരു സംശയം. നിർമ്മദ എന്നാണ്. പിന്നീട് നിരാബാധ എന്ന വാക്ക്, ആ നാമം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് ചോദിച്ചിരിക്കുന്നു. നിരാബാധ നിരാബാധ എന്നാണ് ഉച്ചരിക്കേണ്ടത്. നിരാബാധ എന്നാവരുത്, നിരാബാധ. ആബാധ എന്ന് നി എന്നും കൂടി ചേർന്നിട്ടാണ് നിരാബാധ എന്നാവുന്നത്. പിന്നീട് അംബിക അനാദിനിധന, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഒരു സംശയം. അത് അംബിക അനാദിനിധന എന്ന് വായിക്കണോ എന്നാണ്. അങ്ങനെ വായിക്കേണ്ട. അംബിക അനാദിനിധന, അവിടെ അകാരം ഉണ്ട് എന്ന് അവനവന് മനസ്സിലാവാൻ തക്കവണ്ണം, കേൾക്കുന്നവനും മനസ്സിലാവാൻ തക്കവണ്ണം അവിടെ ആ എന്ന അക്ഷരമുണ്ട് എന്ന് സ്വയം ബോധിച്ച് വായിക്കുക. ഇത്രയതിൽ ചെയ്യാറുള്ളൂ. അംബിക അനാദിനിധന, അംബിക അനാദിനിധന, അംബിക അനാദിനിധന. ഹരിബ്രഹ്മേന്ദ്ര സേവിത. പിന്നെ ഹയഗ്രീവന്റെ കഥ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വേദങ്ങളെ അപഹരിച്ച ഹയഗ്രീവനിൽ നിന്ന് വേദങ്ങളെ തിരിച്ചെടുക്കാനായിട്ട് വിഷ്ണു മത്സ്യമായിട്ട് അല്ലേ അവതരിച്ചത് എന്ന് ഒരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അവതാരം സ്വീകരിച്ചതായിട്ട് ശ്രീമദ് ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്. മത്സ്യാവതാര ചരിതം പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരു ശ്ലോകത്തിൽ ഒരു സൂചന, അത്രയേ ഉള്ളൂ. എന്നാൽ ദേവി ഭാഗവതത്തിലെ ഹയഗ്രീവൻ എന്നൊരു അസുരൻ വരങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്നെപ്പോലൊരു ഹയഗ്രീവന് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കാവൂ എന്നൊരു വരം മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിഷ്ണു ഹയഗ്രീവനായിട്ട് അവതരിച്ചു എന്ന് ദേവി ഭാഗവതത്തിലും പറയുന്നു. അപ്പോൾ ഹയഗ്രീവൻ എന്നൊരു അസുരനും ഹയഗ്രീവൻ എന്ന വിഷ്ണുവിൻ്റെ അവതാരവും ഉണ്ട്. അപ്പോൾ സംശയം ചോദിച്ച വ്യക്തി ഹയഗ്രീവൻ എന്ന അസുരൻ ആരാണ്, അല്ലെങ്കിൽ ഹയഗ്രീവൻ എന്ന വിഷ്ണുവിൻ്റെ അവതാരവും ഇത് രണ്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പുരാണങ്ങൾ 2 കഥ പറയുന്നുണ്ട്. പുരാണങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് പുരാണങ്ങളിലെ കഥകളിലുള്ള വ്യത്യാസത്തെ ഉപേക്ഷിച്ച് അതിലെ തത്വങ്ങളെ സ്വീകരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മമ മാ പ്രമജ എന്നിങ്ങനെയുള്ള അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും പുരാണങ്ങളിൽ വ്യതിചലിച്ച് കാണില്ല. കഥകൾ പരസ്പരം ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും, അത് കണക്കാക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇന്ന് ബാക്കിയുള്ള ഭാഗം നമുക്ക് തുടരാം. ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ
മനോവാചാമഗോചര. ശിവപ്രിയ ഒരു നാമം. ശിവപ്രിയ ശിവപ്രിയ. ശിവപര ശിവപര. ശിഷ്ട ഇഷ്ട ശിഷ്ടേഷ്ട. ശിഷ്ടപൂജിത ശിഷ്ടപൂജിത. അപ്രമേയ അപ്രമേയ. സ്വപ്രകാശ സ്വപ്രകാശ. പിന്നെ മനോവാചാം അഗോചര. മനോവാചാം അഗോചര. മനസ്സിനും വാക്കിനും അഗോചരമായിട്ടുള്ള നിലയിലിരിക്കുന്നവൾ. അതാണ് മനോവാചാം അഗോചര എന്നാണ് അവിടെയുള്ള വാക്കുകൾ. അത് ഒന്നിച്ച് വായിക്കുമ്പോൾ മനോവാചാം അഗോചര എന്ന് വായിക്കാം. അപ്പോൾ ശിവപ്രിയ ശിവപര. ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത. അപ്രമേയ സ്വപ്രകാശ. മനോവാചാം അഗോചര എന്ന നാമങ്ങൾ. പിന്നെ ചിച്ഛക്തി അടുത്ത നാമം. വിസർഗമുണ്ട് അവസാനത്തില്. ചിച്ഛക്തി. അടുത്ത നാമം ചേതനാരൂപ. ചേതനാരൂപ കുടിച്ചേർന്ന് ചേതനാരൂപ. ജഡശക്തി. വിസർഗമുണ്ട്. ജഡശക്തി. ജഡാത്മിക. ജഡാത്മിക ജഡാത്മിക ജഡാത്മിക. പിന്നെ ഗായത്രി. വ്യാഹൃതി. വിസർഗമുണ്ട്. വ്യാഹൃതി. സന്ധ്യ. പിന്നീട് ദ്വിജവൃന്ദ നിഷേവിത. ദ്വിജവൃന്ദ നിഷേവിത എന്ന് കൂടിച്ചേർന്ന് ദ്വിജവൃന്ദ നിഷേവിത. അതൊന്ന് ചൊല്ലാം. ഒന്നിച്ച് ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലും? ചിച്ഛക്രിശ്ചേതനാരൂപ. അവിടെ വിസർഗമുള്ളത് കൊണ്ടാണ് ചിച്ഛക്രി എന്നും ചേതനാരൂപ എന്നും കൂടി ചേർന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഷ് എന്നുള്ളൊരു അക്ഷരമായിട്ടത് വിസർഗം കൊണ്ട് മാറുന്നതാണ്. അപ്പോൾ അത് ചിച്ഛക്രിശ്ചേതനാരൂപ. ജഡശക്തിർജഡാത്മിക. ജഡശക്തി ജഡാത്മിക കൂടി ചേർന്ന് ജഡശക്തിർജഡാത്മിക. ഒന്നിച്ച് ചിച്ഛക്തിശ്ചേതനാരൂപ ജഡശക്തിർജഡാത്മിക. ഇനി ഗായത്രി വ്യാഹൃതി സന്ധ്യ. വ്യാഹൃതി വിസർഗം സന്ധ്യ എന്ന് കൂടി ചേരുമ്പോൾ വ്യാഹൃതി സന്ധ്യ. ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത. ഇനി അടുത്ത ഭാഗം അടുത്ത ദിവസം തുടരാം.